ഹായ്, എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ അപ്ഡേറ്റഡ് സെലേറിയോന്റെ VXI വേരിയന്റ് ആണ്. സെലേറിയോയിൽ VXI വേരിയന്റോടാണ് ഓട്ടോമാറ്റിക് വരുന്നത്. LXI വേരിയന്റിൽ മാനുവൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. VXI വേരിയന്റിൽ നമുക്ക് CNGയും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഈ VXI വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്, 2025 വന്നപ്പോൾ എന്തെല്ലാം അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്ഡേറ്റഡ് സെലേറിയോ VXI വേരിയന്റ്. സെലേറിയോയിൽ VXI വേരിയന്റ് തൊട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും CNG സ്റ്റാർട്ട് ചെയ്യുന്നതും. സെലേറിയോ പോലുള്ള ഒരു വാഹനം പലരും എടുക്കുന്നത് മൈലേജ് എക്സ്പെക്ട് ചെയ്താണ്. സെലേറിയോയുടെ പെട്രോൾ വേരിയന്റിന് ഏകദേശം റിയൽ ലൈഫിൽ ഒരു 22-23 മൈലേജും CNGക്ക് അറൌണ്ട് 30 km/ലിറ്റർ ഒക്കെയാണ് മൈലേജ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മോട്ടോ ഉള്ള ഒരാളാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മാരുതിയുടെ ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന ഒരു വാഹനമാണ് സെലേറിയോ. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ LXI ആൻഡ് VXI എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ZX ആൻഡ് ZXI പ്ലസിലാണ് ചെറിയ ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വേരിയന്റിൽ നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹാലജൻ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഫുൾ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കാണാം. അതിനകത്ത് തന്നെ നമുക്ക് ഹാലജൻ ആയിട്ടുള്ള പാർക്ക് ലൈറ്റ് കാണാം. ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഏകദേശം 3000 രൂപയാണ് ഫോഗ് ലൈറ്റിന് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ കോസ്റ്റ് വരിക. ഫ്രണ്ടില് ബെമ്പറിന്റെ താഴെ നമുക്കൊരു സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. അത് ആ ബോഡി കളറിൽ തന്നെ വരുന്നുണ്ട്. 170 mm ആണ് സെലേറിയോന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് സുസ്കിയുടെ ലോഗോ, അതിനകത്തൊരു ക്രോം ഇൻസേർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ LXI ആൻഡ് VXI പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. കാരണം VXI വരുന്ന അലോയ്സ് പോലുള്ള സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് 14 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 165/70R14 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും ആണ്. ഇതിനൊരു വീൽ കപ്പ് വരുന്നുണ്ട്. അത് ഡെലിവറി ടൈമിൽ അവർ ഇൻസേർട്ട് ചെയ്ത് ഡെലിവറി ചെയ്യാണ് ചെയ്യുന്നത്. അത് അലോയ്സിന്റെ ഒക്കെ ലുക്ക് തരുന്ന ഒരു വീൽ കപ്പുകൾ. ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് ഫെൻഡേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സ് ബോഡി കളറിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഡോർ ഹാൻഡിൽസ് മറ്റേ ഫ്ലിപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. അതും ബോഡി കളറിൽ തന്നെ വരുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസുകളാണ്. ഫ്രണ്ട് മൗണ്ടർ ആയിട്ടാണ് നോർമൽ ആന്റിനയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിൽ വേറെ പ്രത്യേകിച്ച് ക്ലാഡിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സെലേറിയോ ശരിക്കും ഒരു 3695 mm ആണ് ഓവറോൾ സെലേറിയോയുടെ ലെങ്ത് വരുന്നത്. വീൽ ബേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2435 mm ആണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നുമില്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക് ബസ് ആണ്. സ്പോയിലർ ഒന്നും തന്നെ വരുന്നില്ല. ഒരു സ്പോയിലർ ഉള്ളത് എന്താണെങ്കിലും ഒരു സ്പോർട്ടി ലുക്ക് തരാനായിട്ട് സഹായിക്കും. ഡിസൈൻ ആണെങ്കിലും ഒരു സ്പോയിലർ ഇൻസേർട്ട് ചെയ്താൽ കാണാൻ ഭംഗി കിട്ടുന്ന രീതിയിലാണ്. നമുക്ക് അകത്തുനിന്ന് ഹൈ മൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വൈപ്പർ വാഷർ ഡിഫോഗർ ഒന്നും തന്നെ വരുന്നില്ല. സെലേറിയോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ആണ്. ടേരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ഹാലജൻ യൂണിറ്റ് ആണ്. സ്റ്റോപ്പ് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വലിയ ബൾബുകളോട് കൂടിയ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്കിവിടെ 2 റിഫ്ലക്ടേഴ്സ് കാണാം. 2 പാർക്കിംഗ് സെൻസേഴ്സ് VXI വേരിയന്റിൽ വരുന്നുണ്ട്. ഇതിന് താഴെ നമുക്കും ഒരു സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അതും ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. അതൊക്കെ ഒരു ഫ്രണ്ടിലും ബാക്കിലും ഒരു ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും ലുക്ക് കിട്ടും. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ആ ഒരു ഫ്ലിപ്പ് ഹാൻഡിൽസ് തന്നെയാണ് ബൂട്ടിനും കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 313 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലോഡിംഗ് ലിപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. VXI വേരിയന്റിൽ നമുക്കൊരു പാഴ്സൽ ട്രേ വരുന്നുണ്ട്. VXI വേരിയന്റ് തൊട്ട് എന്താണെങ്കിലും അത് വളരെ നല്ലൊരു കാര്യമാണ്. ബാക്കില് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് അല്ല, ഫിക്സഡ് ഹെഡ്രസ്റ്റ് ആണ് വരുന്നത്. 2 പേർക്കുള്ള ഫിക്സഡ് ഹെഡ്രസ്റ്റ്, സെൻട്രൽ പാസഞ്ചർ ഹെഡ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ഇതിന്റെ കീ തന്നെ നമ്മൾക്ക് സെൻട്രൽ ലോക്കിംഗ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്താത്ത കീ ആണ്. മാനുവൽ സെൻട്രൽ ലോക്കിംഗ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ഡോർ പാഡ് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ഒരു സിൽവർ ഫിനിഷിൽ കാണാം. സ്പീക്കർ ഗ്രില്ലാണ്, സ്പീക്കർ വരുന്നില്ല. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു ബ്ലാക്ക് ഫിനിഷിലാണ്. അതിനകത്ത് ചെറിയൊരു വൈറ്റ് ടച്ചോട് കൂടിയ ഒരു ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. 6 എയർ ബാഗ് വന്നതുകൊണ്ട് ആ 6 എയർ ബാഗിന്റെ ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്, അതായത് AMT. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനിലൂടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, മിറേഴ്സ് അകത്തുനിന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ VXI വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AC വെന്റ്സ് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. VXI വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ LXI ആൻഡ് VXI പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും തന്നെ വരുന്നില്ല. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് കളറിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. നമ്മുടെ വാഗണറിലൊക്കെ കണ്ട സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്, പക്ഷേ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്.
കൺട്രോൾസ് കാര്യമൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് ഈ ഒരു പൊസിഷനിൽ മാത്രമാണ് സ്റ്റിയറിംഗ് വീൽ ഇരിക്കുകയുള്ളൂ. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ വാഗണാറിൻ്റെ ടോപ്പ് എൻഡിലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റാണ്. ഒരു ഓറഞ്ച് ബാക്ക് ലൈറ്റഡ് ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. സ്പീഡോമീറ്ററും ഫുൾ നമുക്ക് അനലോഗായിട്ടാണ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ വേറെ റൗണ്ട് ഷേപ്പിലൊരു ഡിജിറ്റൽ ക്ലസ്റ്ററും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്താണ് RPM മീറ്റർ കൊടുത്തിരിക്കുന്നത്. ഫ്യൂവൽ ഗേജും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിനകത്തൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രിപ്പ് ഓപ്ഷൻസ് ഒക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡിസ്റ്റൻസ് ടു MT പോലെയുള്ള ഫീച്ചേഴ്സും അതിന് ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു MT പോലെയുള്ള ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഷോറൂമിൽ ചെയ്യുമ്പോൾ ഏകദേശം 12,000 രൂപയാണ് അതിന് കോസ്റ്റ് വരിക. സെൻറ്റർ കൺസോളിൽ നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫുൾ ഇൻറ്റീരിയർ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. AC വെൻസിന് ചുറ്റും ആ സെൻറ്റർ കൺസോളിൽ മാത്രമാണ് ഒരു സിൽവർ ടച്ച് കൊടുത്തിരിക്കുന്നത്. AC വെൻസിൻ്റെ ടോപ്പിലെല്ലാം നമുക്കൊരു ചെറിയൊരു ക്രോം ഇൻസേർട്ട് കാണാവുന്നതാണ്. ഇവിടെ സെൻറ്റർ മൗണ്ടഡ് ആയിട്ടാണ് നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇത് കോ ഡ്രൈവർ സൈഡിലെ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. അത് ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. സെൻട്രൽ ലോക്കിംഗ്, സെൻട്രൽ മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ മിറേഴ്സ് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. മിറേഴ്സ് അല്ല, നമ്മുടെ വിൻഡോസ് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്ന മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗിയർ ലിവർ. അതെനിക്ക് സെലേറിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഈ ഒരു ഗിയർ ലിവറാണ്. ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഗിയർ ലിവറാണ്. അതിന് ചുറ്റും നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ഗിയർ ലിവറിലും ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. AMT ആൻഡ് റിവേഴ്സ്, ന്യൂട്രൽ, മാനുവൽ മോഡിൻ്റെ ഒരു ഓപ്ഷൻ മാത്രമാണ് അതിനകത്ത് വരുന്നത്. നമുക്ക് പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണാം. അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ ബാക്കിലെ 2 പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. അതായത് ബാക്കിലെ യാത്രക്കാർക്കും ഫ്രണ്ടിലെ യാത്രക്കാർക്കും ഒരേപോലെ യൂസബിൾ ആവുന്ന രീതിയിൽ സെൻട്രൽ മൗണ്ടഡ് ആയിട്ട് പവർ വിൻഡോന്റെ കൺട്രോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള സീറ്റുകൾ. വാഗണാറിലൊക്കെ കണ്ട ഒരു സെയിം സീറ്റുകൾ തന്നെയാണ്. നമുക്കിവിടെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല. ഗ്രാബ് ഹാൻഡിൽസ് ഫിക്സഡ് ഗ്രാബ് ഹാൻഡിലാണ്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററോട് കൂടി കൊടുത്തിരിക്കുന്നു. സെൻട്രൽ IRVMs മാനുവൽ ഡിമ്മിംഗ് IRVMs ആണ്. റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്, അത് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ്, ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ്. സെലേറിയോന്റെ VXI ഒക്കെ നോക്കുന്നവർ എന്ന് പറഞ്ഞാൽ മൈലേജ് ആണ് അവരുടെ മെയിൻ എയിം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മ്യൂസിക് സിസ്റ്റം മറ്റു സംഭവങ്ങളും ആക്സസറി ആയിട്ട് ചെയ്തിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് സെലേറിയോ. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് സെലേറിയോയ്ക്ക് വരുന്നത്. ഡോർ പാഡ് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കാണാം. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ഫുള്ള്. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല്, ഡോർ ഹാൻഡിൽസ് നമുക്ക് സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 2 പേർക്കുള്ള ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് വരുന്നത്. ബാക്കിലെ സീറ്റ് നമുക്ക് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റ്, ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്നാൽ ഫ്രണ്ട് സീറ്റ് ഇപ്പോൾ എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 8 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 2 പേർക്ക് പ്ലസ് ഒരു കിഡിയനായിരിക്കും കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റുക. ബാക്കിലേക്ക് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2025 മോഡൽ സെലേറിയോ VXI വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് ഓട്ടോമാറ്റിക്കലും സെലേറിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് സെലേറിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വന്നിരിക്കുന്ന മെയിൻ ഒരു അഡ്വാൻറ്റേജ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മാരുതിയുടെ എല്ലാ കാറുകളിലും അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ VXI വേരിയന്റിൽ നമുക്ക് പെട്രോളും CNG അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കും മാനുവലും വരുന്നുണ്ട്. ഇപ്പോൾ പെട്രോൾ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ 1 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. 66 HP അടുത്താണ് പവർ തരുന്നത്. 86 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഡീസന്റ് പവർ ഫിഗേഴ്സ് തരുന്ന ഒരു എഞ്ചിനാണ്. എന്ന് വെച്ചാൽ പവർ ലാഗൊന്നുമില്ല. കാരണം വണ്ടി 1000 കിലോയിൽ താഴെയാണ് മൊത്തം വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ചെറിയൊരു എഞ്ചിനാണെങ്കിലും പവർ ലാഗൊന്നും ഫീൽ ചെയ്യില്ല. മൈലേജ് ആണ് സെലേറിയോയുടെ ഒരു ഹൈലൈറ്റ്. കാരണം സെലേറിയോയ്ക്ക് നമ്മൾക്ക് എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും ഒരു 22-23 റിയൽ ലൈഫിൽ മൈലേജ് കിട്ടും. കമ്പനി 26 ക്ലെയിം ചെയ്യുന്നത്. അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി മൈലേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് CNGയിലേക്ക് പോകാം. CNGക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 34 km/ലിറ്റർ ആണ്. ഒരു ഫുൾ ടാങ്ക് CNG അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 300 കിലോമീറ്റർ കൂടുതൽ ഓടാൻ പറ്റും. അതായത് 30 കിലോമീറ്ററെങ്കിലും റിയൽ ലൈഫിൽ നമുക്ക് CNGയിൽ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം.
ഓടിക്കുന്ന ആൾക്കാർക്ക് അത്രയും തന്നെ കിട്ടുന്നുണ്ട്. പവർ കുറച്ച് കുറവാണ്, കാര്യം 56 HP-യും 86 Nm ടോർക്കൊക്കെയാണ് CNG-യിലേക്ക് വരുമ്പോൾ ഈ സെയിം എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ എന്നാലും അതും നമുക്ക് പവർ ലാഗ് കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യില്ല. നമ്മൾ കണ്ടിന്യൂസ് ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ ഓടിക്കുകയാണെങ്കിലാണ് ചെറിയൊരു പവർ ലാഗൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ സെലേറിയോയ്ക്ക് നമുക്ക് അത്യാവശ്യം ഓഫർ കാര്യങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏകദേശം 60,000 രൂപ വരെ ഓഫർ വരുന്നുണ്ട്. അത് CNG-ക്കും അവൈലബിൾ ആണ്. ഈ ഓഫറിൽ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്, കൺസ്യൂമർ ഓഫർ ഉണ്ട്, കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്, പിന്നെ അഡീഷണൽ ഓഫർ കാര്യങ്ങൾ ഷോറൂമിൽ നിന്ന് അവർ ചെയ്തു. അപ്ഡേറ്റഡ് സെലേറിയോ LXI ബേസ് വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 6,15,000 രൂപയാണ് ബേസ് LXI വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് VXI വേരിയന്റ് ആണ്. VXI വേരിയന്റിന് 6,55,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. VXIയിൽ ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഈ ഓട്ടോമാറ്റിക് വേരിയന്റിന് നിങ്ങൾക്ക് 7,10,000 രൂപയാണ് പ്രൈസ് വരുന്നത്. CNG ആണെങ്കിൽ 7,60,000 രൂപ. VXI CNG-ക്കാണ് 7,60,000 രൂപ പ്രൈസ് വരുന്നത്. ഈ പ്രൈസിൽ നമ്മൾ കൺസ്യൂമർ ഓഫറും കോർപ്പറേറ്റ് ഡിസ്കൗണ്ടും മാത്രമേ കുറച്ചിട്ടുള്ളൂ. എക്സ്ചേഞ്ച് ബോണസ് കുറച്ചിട്ടില്ല. എക്സ്ചേഞ്ച് ബോണസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതായത് എടുക്കുന്ന സമയത്ത് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ 15,000 രൂപ ഈ പറഞ്ഞ പ്രൈസിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും കുറവ് ലഭിക്കും. സെലേറിയോ VXI വേരിയന്റ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് വേണ്ടതെങ്കിൽ മാത്രം സെലേറിയോയിലേക്ക് പോവുക. അതല്ല എങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ നമ്മൾക്ക് വാഗണാർ അവൈലബിൾ ആണ്, കുറച്ചും കൂടി നല്ലൊരു വാഹനമാണ്. അതല്ലെങ്കിൽ ഇഗ്നിസിന്റെ ഡെൽറ്റ വേരിയന്റ് കിട്ടും, ഇതിലും കുറച്ചും കൂടി നല്ലൊരു വാഹനമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെലേറിയോ കൺസിഡർ ചെയ്യുന്നവർ വാഗണാറിന്റെ 1.2 പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഇഗ്നിസിന്റെ ഡെൽറ്റ വേരിയന്റും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. മൈലേജിൽ നല്ലൊരു ഡിഫറൻസ് വരും. കാര്യം ഇഗ്നിസ് ഒക്കെ നമുക്കൊരു 16-നും 18-നും ഇടയ്ക്കൊക്കെയാണ് ആവറേജ് മൈലേജ് തരുള്ളൂ. പക്ഷേ ഇത് നമുക്കൊരു 22-23 ഒക്കെ മൈലേജ് പെട്രോളിൽ ലഭിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ റിവ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാരുതി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പുതിയ വാഹനം വാങ്ങാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.